ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്മാർട്ട് ലൈറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിനോമിനൽ വുമൺ ബൈ മായ ഏഞ്ചലോ. ഇതൊരു പോമാണ്. ഫിനോമിനൽ വുമൺ എന്ന് പറയുന്നത് നമ്മുടെ സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റും പോയറ്റുമായിട്ടുള്ള മായ ഏഞ്ചലോയാണ് എഴുതിയത്. ഷീസ് ആൻ ആഫ്രിക്കൻ അമേരിക്കൻ പോയറ്റും റൈറ്ററും കൂടിയാണ്. ഈ പോം എന്ന് പറയുന്നത് അവരുടെ കളക്ഷനായിട്ടുള്ള ഫിനോമിനൽ വുമൺ 4 പോംസ് നിന്നെടുത്തിട്ടുള്ളതാണ്. ദ പോം ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു 4 സ്റ്റാൻസാസ്. ഫിനോമിനൽ വുമൺ എന്ന് പറയുന്ന ഒരു ഫ്രീ വേഴ്സ് പോമാണ്, അങ്ങനെ റൈം സ്കീമില്ല. ഈ പോമിൽ പോയിട്ട് നമ്മുടെ ട്രഡീഷണൽ കൺസെപ്റ്റായിട്ടുള്ള ബ്യൂട്ടീനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ റീഡേഴ്സിനോട് പറയുന്നുണ്ട് എന്തോരം ബ്യൂട്ടിഫുള്ളാണ് അവളെന്നും, അതേപോലെ അവൾ അതിലും പ്രൗഡ് ഓഫ് ആണെന്നും പറയുന്നുണ്ട്. ഇനി ഫിനോമിനൽ വുമൺ മീനിങ് എന്താണെന്ന് നോക്കാം. ഫിനോമിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമാർക്കബിൾ, എക്സെപ്ഷൻ എന്നൊക്കെയാണ് ആ വേർഡിൻ്റെ അർത്ഥം. എസ്പെഷ്യലി എക്സെപ്ഷണൽ ഗുഡ് എന്നൊക്കെ പറയത്തില്ലേ. ഫിനോമിനൽ വുമൺ എന്ന് പറയുമ്പോൾ അപ്പം എക്സ്ട്രാ ഓർഡിനറി ഓർ സ്റ്റണ്ണിങ് വുമണിനെയൊക്കെ പറ്റിയിട്ടാണ്. ട്രഡീഷണലി ഒരു വുമണെ കൺസിഡർ ചെയ്യുന്നത് ഫിനോമിനൽ ഓൺലി വെൻ ഷീ ഹാസ് ഫെയർ സ്കിൻ ആൻഡ് അട്രാക്റ്റീവ് ഫിഗർ. പോയിറ്റ് എന്ന് പറയുമ്പം ഫെയർ സ്കിന്നോ അങ്ങനെ എലമെൻ്റ് ഓഫ് ബ്യൂട്ടി ഒന്നുമില്ല. അതൊക്കെ ട്രഡീഷണൽ കൺസെപ്റ്റ് ഓഫ് ബ്യൂട്ടീനെ റിജക്റ്റ് ചെയ്യുകയാണ് ഇവിടെ. ഇൻസ്റ്റഡ് ഷീ പ്രൊവൈഡ്സ് ഒരു നമ്പർ ഓഫ് ആർഗ്യുമെൻ്റാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അതായത് എന്ത് പ്രൂവ് ചെയ്യാൻ, ഷീസ് എ ഫിനോമിനൽ വുമൺ ആണെന്ന് പ്രൂവ് ചെയ്യാൻ. വിത്തൗട്ട് സച്ച് എലമെൻറ്റ്സ്, അങ്ങനെ ഒരു എലമെൻറ്റ്സും ഇല്ലാതെ കൂടി. ദാറ്റ് ഈസ് ദി വൈ ഈച്ച് സ്റ്റാൻസ എൻഡ്സ് വിത്ത് ദ ഫ്രേസ്. ഇവിടെ ഒരു ഫ്രേസ് ഉണ്ട്, അതായത് ഐ ആം എ വുമൻ ഫിനോമിനൽ വുമൻ ദാറ്റ്സ് മീ. അതാണ് ആ ഒരു ഫ്രേസ് വെച്ചിട്ടാണ് ഈച്ച് സ്റ്റാൻസ് എപ്പോഴും എൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പോമിൻ്റെ സമ്മറി നോക്കാം. സ്റ്റാൻസ 1. ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസയിൽ പോയിട്ട് പറയുന്നുണ്ട് പ്രിറ്റി വിമൺ വണ്ടർ ചെയ്യുന്നുണ്ട്. പ്രിറ്റി വിമൺ എന്ന് പറയുമ്പം വുമൺ ഓഫ് ഫെയർ സ്കിന്നുള്ളവരെ, വൈറ്റ്സിനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ പോയിറ്റ്, ബ്യൂട്ടിഫുൾ വിമൺ എന്ന് പറയുമ്പം ഇങ്ങനെ കീപ് വണ്ടറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൗ ദ പോയിറ്റ് ഇൻസ്പൈറ്റ് ഓഫ് ബീങ് അങ്ങനെ ക്യൂട്ടോ ഫാഷൻ മോഡൽ സൈസ് ഒന്നുമല്ല, പക്ഷേ ഷീസ് അട്രാക്റ്റീവ് ആണ്, അപ്രിഷ്യേറ്റഡ് ബൈ ദ പീപ്പിൾ എന്ന് പറയുന്നുണ്ട്. അതേപോലെ അവളുടെ സീക്രട്ട് അവൾ റിവീൽ ചെയ്യുമ്പോൾ ദേ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രിറ്റി വിമൺ ആണ്. ഒരിക്കലും ബിലീവ് ചെയ്യുന്നില്ല. ബിക്കോസ് ഫോർ ദം അവർക്ക് ഫെയറർ സ്കിന്നൊക്കെയാണ് ഒരു വിമണിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പം ഫോർ ദം റീസൺ ഫോർ ഹെർ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈസ് ക്വൈറ്റ് ഡിഫറെൻ്റ് ആണ്. അതേപോലെ പോയിറ്റ് അവരോട് പറയുന്നുണ്ട് സീക്രട്ട് ഓഫ് ഹെർ ബ്യൂട്ടി എന്ന് പറയുന്നത് വുമൻഹുഡ് ആണെന്ന്. അവളുടെ അവളുടെ ആംസൊക്കെ സ്ട്രെച്ച് ചെയ്യുന്ന വേയും വാക്കിംഗ് വിത്ത് ആ ലോങ്ങും ഡിസീസീവ് സ്റ്റെപ്സ് എടുക്കുന്നതും അതേപോലെ സ്ട്രെച്ചഡ് ഹിപ്സും ഉള്ളത്, കേർവ്ഡ് ആയിട്ടുള്ള ലിപ്സ് ഉള്ളത്, അതൊക്കെ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹെർ വേ ഓഫ് സ്മൈലിംഗ് ആണ്. അതാണ് അവളുടെ സീക്രട്സ്. അതാണ് അവളെ ബ്യൂട്ടിഫുള്ളും അട്രാക്റ്റീവ് ആക്കുന്നത്. സിമ്പിൾ വേർഡ്സിൽ പറയുവാണെങ്കിൽ വിമൺലി ബോഡിയും അതിൻ്റെ ട്രെയ്റ്റ്സ് ആണ് അവളെ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ദിസ് ഈസ് വൈ ഷീസ് എ ഫിനോമിനൽ വുമൺ ദാറ്റ് ഈസ് ക്വൈറ്റ് ബ്യൂട്ടിഫുള്ളും എക്സ്ട്രാ ഓർഡിനറി വുമൺ. അപ്പം വൈറ്റ് സ്കിൻ ഉണ്ടായിട്ട് കാര്യമില്ല, ഇതേപോലെ വുമൺലി ബോഡിയൊക്കെ ഉണ്ടാവണം. ഇനി സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് പോയിട്ട് പറയുവാണ് അവളൊരു റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൾ ഒരു ഓർഡിനറി വേയിൽ തന്നെ അവളുടെ ചുറ്റിനുള്ള മെൻ ഒന്നെങ്കിൽ എഴുന്നേറ്റ് നിൽക്കും, അല്ലെങ്കിൽ ബെൻഡ് ഡൗൺ ചെയ്യും ടു ദ നീസ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ അവളെ സ്റ്റെയർ ചെയ്യാൻ തുടങ്ങും. പിന്നെ അവർ ഈ ക്യൂൻ ബീനെ കണ്ട പോലെ ഈ ബാക്കിയുള്ള തേനീച്ച കൂട്ടങ്ങളുണ്ടല്ലോ, അതേപോലെ ഇങ്ങനെ അവൾക്ക് ചുറ്റും സറൗണ്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് അവരുടെ കണ്ണുകൾക്ക് സൈനോഷ്യർ ആകുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ പോയിട്ട് പറയുവാണ് ഫയർ, അവളുടെ കണ്ണിലെ ഫയർ, അതായത് പാഷനാണ്. അതേപോലെ അവളുടെ ബ്യൂട്ടിഫുൾ സ്മൈലും, പിന്നെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും, അവളുടെ വേസ്റ്റും, അതേപോലെ ജോയ് ഇൻ ഹെർ ഫീറ്റ് എന്ന് പറയുന്ന ഡാൻസ്, അവൾ കളിക്കുന്ന ഡാൻസ്, അതൊക്കെയാണ് അവളെ അട്രാക്റ്റീവും ഫിനോമിനൽ വുമണും ആക്കി മാറ്റുന്നത്. അടുത്ത ഇനി തേർഡ് സ്റ്റാൻസയിൽ
പോയിട്ട് പറയുന്നത് മെൻ ലൈക്ക് ദി പ്രിറ്റി വുമൻ ടു വണ്ടർ വാട്ട് ഈസ് സോ ബ്യൂട്ടിഫുൾ ഇൻ ഹെർ. അപ്പോൾ പ്രിറ്റി വിമൺ, നമ്മൾ ആദ്യം പറഞ്ഞ പ്രിറ്റി വിമനെ പോലെ തന്നെ മെന്നും അതേപോലെ ഇങ്ങനെ വണ്ടർ ചെയ്യുന്നുണ്ട് എന്താണ് അവളിലുള്ള ബ്യൂട്ടിഫുൾ എന്താണെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണ് അവളെ ചാമിങ് ആക്കുന്നതും അവർക്ക് കാണാൻ പറ്റുന്നില്ലെന്നും പറയുന്നു. അതായത് അവളുടെ ആ സീക്രട്ട് അവർ കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ട്, ബട്ട് ഫെയിലാണ്. അതായത് അവർ ഫെയിലാകുകയാണ് ചെയ്യുന്നത്. കാരണം അവളുടെ ഇന്നർ മിസ്റ്ററീനെ അവർക്ക് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇന്നർ മിസ്റ്ററി എന്ന് പറയുന്നത് സംതിങ് വിച്ച് ഫോർ ദ പോയിറ്റ് ഈസ് ദി സീക്രട്ട് ഫോർ ഹെർ ബ്യൂട്ടി എന്ന് പറയുന്നുണ്ട്. അതായത് പോയിറ്റിൻ്റെ ആ ഒരു സീക്രട്ടാണ് അവളുടെ ബ്യൂട്ടിയുടെ. ഇന്നർ മിസ്റ്ററി എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ പ്രോബബ്ലി റിഫർ ചെയ്യുന്നത് ഇന്നർ ബ്യൂട്ടീനെ തന്നെയാണ് അല്ലേ. ഇതെന്ന് പറയുന്നത് ഇന്നർ ബ്യൂട്ടി എന്ന് പറയുന്നത് കോമൺ ആണ് എല്ലാ വിമണ്ണും. അതാണ് എല്ലാ വിമണിനെയും ബ്യൂട്ടിഫുള്ളും ചാമിങ്ങും ആക്കുന്നത്. കളർ ഓഫ് സ്കിൻ വെച്ചിട്ടല്ല പറയുന്നത്. ഇപ്പം വെൻ become more curious to know the secret of her beauty, പോയിട്ട് പറയുവാണ് അത് അവളുടെ കർവ്ഡ് ബാക്കാണ്, ഷൈനിങ് ആൻഡ് ഗ്ലോറിയസ് സ്മൈലാണ്, അതേപോലെ റൈമിങ് മോഷൻ ഓഫ് ഹെർ ബെസ്റ്റാന്ന് പറയുന്നുണ്ട്. അതേപോലെ അവളുടെ സ്റ്റൈലിൻ്റെ എലഗൻസ്, അതൊക്കെയാണ് അവളെ ഫിനോമിനൽ വുമൺ ആക്കുന്നത്. നമ്മൾ ഇനി നോക്കുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റാൻസയാണ്, അതായത് ഫോർത്ത് സ്റ്റാൻസ. പോയിട്ട് അപ്പോൾ കൺക്ലൂഡ് ചെയ്യുന്നത് പ്രിറ്റി വുമൺ ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവളുടെ ഹെഡ് കുനിക്കാത്തതെന്ന്. അതായത് അവൾ ഫുൾ കോൺഫിഡൻസോട് കൂടിയാണ് നടക്കുന്നത്. അവൾക്ക് ജമ്പ് ചെയ്യുമ്പോഴോ അങ്ങനെയൊന്നും സൗണ്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അവൾ ഒച്ചത്തിലൊന്നും സംസാരിക്കുകയൊന്നും വേണ്ട. അതായത് മെന്നിന് മുമ്പായിട്ട് അവളുടെ പ്രസൻസ് അറിയിക്കാനായിട്ട് ഇങ്ങനെ സൗണ്ടൊന്നും കേൾപ്പിക്കേണ്ട ആവശ്യമില്ല, ഒച്ചത്തിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അവൾ വെനെവർ ഷീ വുഡ് പാസ് ദി പ്രിറ്റി വുമൺ, അത് അവർക്കൊരു പ്രൗഡ് മൊമെൻ്റാണ് നൽകുന്നത്. പ്രിറ്റി വുമനും ഒരു പ്രൗഡ് മൊമെൻറ്റ് നൽകുന്നുണ്ട്. കാരണം ബിക്കോസ് ഓഫ് ദ സൗണ്ട് ഓഫ് ഹെർ ഹീൽസ്, അതേപോലെ അവിടെ ഹെയർ സ്റ്റൈലും, അതേപോലെ അവിടെ കയ്യിലെ പാം ഓഫ് ഹെർ ഹാൻഡും, അതേപോലെ ഡിസൈർ ടു കെയർ ഫോർ ഹെയർ, അതായത് മാൻ ഡിസൈർസ് ടു ബി കെയറിങ് ഫോർ വുമൻ. ദസ് ഓൾ ദീസ് ക്വാളിറ്റീസ് ആണ് അവളെ ഫിനോമിനൽ വുമൺ ആക്കുന്നത്. അപ്പോൾ സീക്രട്ട് ഓഫ് ഹെർ ബ്യൂട്ടി എന്ന് പറയുന്നതും ഹെർ കോൺഫിഡൻസ്, ഹെർ അട്രാക്റ്റീവ് ഫിഗർ, ദോ ഷീ ലാക്സ് ഫെയർ സ്കിൻ. അപ്പം ഫെയർ സ്കിൻ ഒന്നും ഇല്ലെങ്കിൽ പോലും ബാക്കി ആ ബ്യൂട്ടിയും കോൺഫിഡൻസ് അട്രാക്റ്റീവ് ഫിഗറൊക്കെയാണ് ഫിനോമിനൽ വുമൺ ആക്കുന്നത്. അപ്പോൾ ഇവിടെ കീ തോട്ട്സ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ. ഇനി കീ തോട്ട്സ് നമുക്ക് നോക്കാം. ദ പോം ഇവിടെ ചാലഞ്ച് ചെയ്യുന്നത് ട്രഡീഷണൽ കൺസെപ്റ്റ് ഓഫ് ബ്യൂട്ടിയാണ്. അതായത് അത് ട്രഡീഷണൽ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഫെയർനെസ് ഓഫ് സ്കിന്നാണ്. അതേപോലെ പോയിട്ട് ഇവിടെ ആംബിൾ ക്വാളിറ്റീസ് പറയുന്നുണ്ട്. അതായത് അവളെ അട്രാക്റ്റീവ് ആക്കുന്നതും ബ്യൂട്ടിഫുൾ ആക്കുന്നതും ഡിസൈർഡ് വുമൺ ആക്കുന്നത്. പോം എന്ന് പറയുമ്പം ഒരു വൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്ന പോലെയായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ പോയറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ റൈറ്ററാണ്. അതേപോലെ വൈറ്റ്സ് എന്ന് പറയുമ്പോൾ അവരെപ്പോഴും സുപ്പീരിയർ ആയിട്ടാണ് അവരെ കാണുന്നത്. അതേപോലെ ബാക്കിയുള്ള കളറിൻ്റെ പേരിൽ, റേസിൻ്റെ പേരിൽ ബാക്കിയുള്ളവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനൊക്കെ എതിരെയുള്ളൊരു പോം കൂടിയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം വെരി സിമ്പിളാണ്. താങ്ക് യു.